ഞാൻ എത്തുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇന്ന് അനേക ആയിരങ്ങള് മോചനത്തിലും രക്ഷയിലേക്കും വരികയാണ്. ഇവിടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ ഉള്ളവരെന്ന് കരങ്ങൾ ഉയർത്തുക. ഇവിടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ ഉള്ളവര് ഒന്ന് കരങ്ങൾ ഉയർത്തുക. നാണക്കെടന്നും വിചാരിക്കണ്ട, നിങ്ങളെ നാണം കെടുത്താനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല. അങ്ങനെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ ഉള്ളവര് പൂർണ്ണമായിട്ട് കരങ്ങൾ ഉയർത്തുക. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഇവിടെ വന്നെത്തുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നവര് ഈ ആദ്യം മുതലല്ല, ഇടയ്ക്ക് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെന്ന് കരങ്ങൾ ഉയർത്തുക. ഇടയ്ക്ക് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവര് പ്രൈസ് ദി ലോർഡ് കരങ്ങൾ താത്തിടുക. കൂടുതലും കൈപൊക്കിയ കൂട്ടത്തിലുള്ള ആൾക്കാരാണുള്ളത് അല്ലേ? പൗലോസ് അപ്പോസ്തലനെ വിജാതിയുടെ അപ്പോസ്തലനാക്കി കർത്താവ് മാറ്റി. സ്വന്തം ജനങ്ങളോട് പറഞ്ഞിട്ട് അംഗീകരിച്ചില്ല, അനുസരിച്ചില്ല. അവസാനം വിജാതിയുടെ അപ്പോസ്തലനായിട്ട് പൗലോസിനെ മാറ്റി. അതുപോലെ തന്നെ ഇന്ന് വിജാതിയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. കാരണം ഇത് പള്ളിയിലൊക്കെ വെച്ച് നടത്തുമ്പോൾ അച്ഛന്മാർക്ക് ഭയങ്കര പേടിയായിരുന്നു. പല അച്ഛന്മാരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പോകും, ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മേടലുള്ളത്, എല്ലാവരെയും ഇങ്ങനെ പിടിച്ച് മാറ്റത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അതിന് നമ്മള് സാധാരണ പറയുന്നത് മതം മാറ്റം